മദ്രസ വിദ്യാർത്ഥികളുടെ കായിക കലാശേഷികൾ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുത്തുന്ന തരത്തിൽ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ലഹരിയടക്കം മോശമായ അന്തരീക്ഷത്തിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹത്തെ മോചിപ്പിക്കാനും ലക്ഷ്യം വെച്ച് ഇരിക്കൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് മദ്രസ എംപവർമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല്ല് ജമാഅത്ത് പരിധിയിലെ 16 മദ്രസ വിദ്യാർത്ഥി ടീമുകൾ മത്സരിച്ച ഏകദിന യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റിൽ പൈസായ് മുബാറക് സെക്കൻഡറി മദ്രസ ചാമ്പ്യന്മാരായി. ഫൈനലിൽ എതിരില്ലാതെ 7 ഗോളുകൾക്ക് ഇരിക്കൂർ കമാലിയ സെക്കൻഡറി മദ്രസ ടീമിനെയാണ് ഇവർ തോൽപ്പിച്ചത്. സിദ്ദിഖ് നഗർ പള്ളിക്കൽ മറഖാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന മദ്രസ വിദ്യാർത്ഥി ഫുട്ബോൾ ടൂർണമെന്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ആദം നിസാമി അധ്യക്ഷനായി. വിജയികൾക്കുള്ള ട്രോഫി വിതരണം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP അബ്ദുൽ അനീസ് മാസ്റ്ററും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് മാസ്റ്ററും നിർവഹിച്ചു. ചടങ്ങിൽ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിച്ചു. K മുഹമ്മദ് അഷ്റഫ് ഹാജി, KR അഷ്റഫ്, അബ്ദുൽ സലാം അൻസരി, KP മോയിൻകുഞ്ഞി മാസ്റ്റർ, നൌഷാദ് റഹ്മാനി, KK മുഹമ്മദ് മൗലവി, KK അലിയാർ, MC അഷ്റഫ്, K സയ്യിദ്, റാസിഖ് മുക്സിദ്, റാസി ഹൈത്തമി, MV ജനാർദ്ദനൻ, AP സമീർ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. ഇരിക്കൂർ മഹല്ല് പരിധിയിലെ 20ഓളം വരുന്ന മദ്രസകളിലെ കുട്ടികളുടെ മദ്രസ സംബന്ധമായ ഒഴിഞ്ഞുപോക്കും തടുത്തു നിർത്തുന്നതിനും കുട്ടികളെ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുമായി കമ്മിറ്റിയുടെയും ഉസ്താദുമാരുടെയും നേതൃത്വത്തിൽ ആലോചിച്ച പദ്ധതിയാണ് ഇത്തരം പഠനേതരമായ വിഷയങ്ങൾ. അതിൽപ്പെട്ട ഒരിനമാണ് കുട്ടികളുടെ കലാകായിക വിഷയത്തിലുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനവും മത്സരവും ഉണ്ടാക്കുക എന്നത്. അതിൻ്റെ ഭാഗമായി നടത്തുന്നതാണ് ഈ സ്പോർട്സ്, ഈ ഫുട്ബോൾ മത്സരം. തുടർന്ന് അങ്ങോട്ട് വിവിധ പദ്ധതികളും പരിപാടികളുമായി കമ്മിറ്റി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഘട്ടം ഘട്ടമായിട്ട് എല്ലാ പദ്ധതികളും വരുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് എല്ലാ പദ്ധതികളും വരുന്നുണ്ട്.